ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വീണ്ടും ക്രിസ്തു യേശുവിൻ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഒന്ന് ധ്യാനിക്കാനായിട്ട് ചിന്തിക്കാനായിട്ട് പോവുകയും നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യമാണത്. നമുക്ക് ആ വാക്യം വായിച്ചിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ആത്മീയ ദാരിദ്ര്യമുള്ളവർ സ്വർഗരാജ്യം അവകാശമാക്കും എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഭൂമിയിലുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മുഖ്യമായ വിഷയം നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാത്മീയ ദാരിദ്ര്യം നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെയുള്ളവരാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത് എന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വ്യാഖ്യാനിക്കാനായിട്ട് വളരെ പ്രയാസമുള്ള ഒരു മേഖലയാണ്, ഒരു വചനഭാഗമാണ്. കാരണം ആത്മീയ ദാരിദ്ര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നമ്മളിൽ സംഭവിക്കേണ്ടതായ ഒരു കാര്യം മാനസാന്തരം ഉണ്ടാകുക എന്നുള്ളതാണ്. ആ മാനസാന്തരം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും മറ്റൊരു വിഷയമാണ്. ആ മാനസാന്തരം നമ്മളിൽ ഉണ്ടാകേണ്ടത് യേശു കർത്താവ് ഉപദേശിച്ച ഉപദേശങ്ങളിൽ നിന്നും നമ്മളിലുള്ള നമ്മുടെ ജഡത്തിൽ വ്യാപരിക്കുന്ന തെറ്റുകുറ്റങ്ങളെ, പോരായ്മകളെ തിരിച്ചറിഞ്ഞ് അതിൽ മാനസാന്തരപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരം. ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരം, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, വീണ്ടെടുപ്പ് വില കൊടുത്ത യേശു കർത്താവ് ഈ 3.5 വർഷം ഭൂമിയിൽ ജീവിച്ചപ്പോൾ മനുഷ്യരാശിയെ ഉപദേശിച്ച, മനുഷ്യരാശിക്ക് കാണിച്ചു കൊടുത്ത ദൈവഹിതപ്രകാരമുള്ള ഉപദേശങ്ങളെ നമ്മൾ തിരുവെഴുത്തു പ്രകാരം സുവിശേഷങ്ങളിൽ നിന്നും നമ്മൾ വായിച്ച് മനസ്സിലാക്കി അത് പ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മാനസാന്തരപ്പെടേണ്ട മേഖലകൾ, തെറ്റുകളെ തിരുത്തേണ്ട മേഖലകൾ തിരുത്തി കറക്റ്റ് ചെയ്യുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരം. കാരണം നമ്മൾ ഇന്നലെ യോഹന്നാൻ്റെ 2-ാമത്തെ ലേഖനം അതിൻ്റെ 1:9 പറയുന്നത് ഞാൻ ഇന്നലെ പറയുകയുണ്ടായിരുന്ന വചനവാക്യം ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും ദൈവം ഇല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശം ആരനുസരിക്കുന്നുവോ അതിനകത്താണെന്ന് ദൈവം വസിക്കുന്നത്. ദൈവശക്തി അതിൽ നിന്നാണ് വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ കൃപ അതിൽ നിന്നാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ടിട്ടാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങളിൽ വരുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന വാക്യമാണ്: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ യേശുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുക. യേശു എന്താണ് ഉപദേശിച്ചതോ അത് നമ്മൾ തിരുവെഴുത്ത് പ്രകാരം തിരിച്ചറിഞ്ഞ് ആ ഉപദേശത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടണം. അപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണ്. യേശു ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു അതിൻ്റെ പാപപരിഹാരത്തിനാണെന്ന് ഏതൊരു വ്യക്തി വിശ്വസിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, അതരം കൊണ്ട് ഏറ്റുപറഞ്ഞു യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു, ആ യേശു കർത്താവിനോട് ചേരുവാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനവും കൂടി ഏറ്റവരാണ് നമ്മളെങ്കിൽ
തീർച്ചയായും നമ്മുടെ ആത്മമണ്ഡലം രക്ഷിക്കപ്പെട്ടു. ആത്മമണ്ഡലം നമ്മൾ ആത്മീയ പൗരത്വം സ്വർഗത്തിലാണ് എന്നല്ല ഞാൻ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഈ ഭൂമിയിൽ നമ്മളുടെ രണ്ടാമത്തെ പാർട്ടായ ജഡവും മൂന്നാമത്തെ പാർട്ടായ മനസ്സും ഈ ഭൂമിക്ക് അനുയോജ്യമായിട്ട് ആണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ മനസ്സ് ഈ ഭൂമിക്ക് അനുയോജ്യമായ രീതിയിലാണ് ചിന്തിക്കുന്നത്. ആ മനസ്സിന് പുതുക്കം ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മളുടെ ജഡ സ്വഭാവം, നമ്മളുടെ പുറത്തെ മനുഷ്യൻ്റെ സ്വഭാവം, അത് നമ്മൾക്ക് അമ്മയപ്പന്മാരിൽ നിന്ന് കിട്ടിയ ആ ഒരു കൾച്ചർ, ജഡികമായ ഒരു സ്വഭാവം നമ്മളിലുണ്ട്. അതിനെ കറക്റ്റ് ചെയ്യണം. അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് യേശു തന്നെ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. മാനുഷികമായ ഉപദേശങ്ങളോ മാനുഷികമായ കാഴ്ചപ്പാടുകളിലോ മാനുഷികമായ ചിന്താഗതികളിലോ നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു മേഖല അല്ലത്. പലപ്പോഴും നമ്മൾ പല ഭക്തി പ്രകടനങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട്, ഭക്തി മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതൊന്നും ദൈവത്തിന് പ്രസാദമുള്ളതല്ല. ക്രിസ്തുവിൻ്റെ ഉപദേശം, നമ്മളെ വീണ്ടെടുപ്പ് വില കൊടുത്ത യേശു കർത്താവ് തന്നെ ഇവിടെ പ്രസംഗിച്ചു. അതിൽ ഏറ്റവും മുഖ്യമായ വിഷയമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം. ഇത് ഗിരിപ്രഭാഷണമാണ്. എന്ന് വെച്ചെന്നാൽ യേശു താൻ ഇവിടെ സ്ഥാപിക്കുവാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ യേശു സ്ഥാപിച്ചു കഴിഞ്ഞ ഈ സഭക്കകത്ത് ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മനുഷ്യരോട്, മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടണം, മറ്റുള്ളവരെ എങ്ങനെ കാണണം, മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ, നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് ഉപദേശിച്ച ഉപദേശങ്ങളാണ് ഈ ഗിരിപ്രഭാഷണം. അതുപോലുള്ള യേശുവിൻ്റെ മറ്റുള്ള പ്രസംഗങ്ങളും മറ്റുള്ള ജീവിത രീതികളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായ, നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എവർക്കും ദൈവം മക്കളാകുവാൻ അവൻ അധികാരം നൽകി. നമ്മൾ ദൈവം മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ ഈ ഭൂമിയിൽ എങ്ങനെ ദൈവഹിതപ്രകാരം ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് പ്രസംഗിച്ചു, കർത്താവ് ജീവിച്ചു കാണിച്ചു. അത് നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെടണം. അപ്പോൾ അവിടെ നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായിട്ട് സഹായിക്കും. പരിശുദ്ധാത്മാവെന്ന സഹായകനെ നമുക്ക് നൽകിയിരിക്കുന്നത് ഒന്നാമത് അതിനാണ്. മറ്റൊന്ന്, നമ്മൾ ഈ വചനത്തിൽ നമുക്ക് പൂർണ്ണമായി നമ്മൾ അനുസരിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോഴും നമ്മളിൽ ഒരു പാപബോധം ഉണ്ടാകും. അത് പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം നൽകും പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൃപാസിംഹാസനത്തിന് അടുക്കൽ, യേശുവിൻ്റെ അടുക്കൽ, പിതാവിൻ്റെ വലതുഭാഗത്ത് ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ, കർത്താവെ എനിക്ക് കഴിയുന്നില്ല, കർത്താവെ എനിക്ക് പറ്റുന്നില്ല, ഇത്രയേ ഉള്ളൂ, ഞാൻ ജഡത്തിൽ ഞാൻ ബലഹീനനാണ്, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ചിന്താഗതികളിൽ, എൻ്റെ പ്രവൃത്തികളിൽ, ഞാൻ ചെയ്യേണ്ട പല നന്മകളും ഞാൻ വേണ്ടാന്ന് വെക്കുന്ന അവസ്ഥകളിലൊക്കെ എൻ്റെ ജീവിതം അങ്ങനെയാണ്, കർത്താവിനോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ നമുക്കിന്നൊരു മധ്യസ്ഥനുണ്ട്. യേശുവാകുന്ന മധ്യസ്ഥൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിപ്പുണ്ട്. ആ മധ്യസ്ഥൻ്റെ അടുത്ത് ഏറ്റു പറയുമ്പോൾ നമ്മൾക്ക് അവിടെ നിരപ്പ് പ്രാപിക്കുക. അപ്പോൾ നമ്മൾ ആ പാപത്തിൽ നിന്നും നമ്മൾ നിരപ്പ് പ്രാപിക്കുക. അപ്പം നമ്മൾ തിരിച്ചറിയണം, ഞാൻ ഒരു നിയമത്തിന് കീഴിലാണ്, ഒരു വ്യവസ്ഥയ്ക്ക് കീഴിലാണെന്നും ആ വ്യവസ്ഥ ഞാൻ അനുസരിക്കേണ്ടതാണെന്നും ആ ഉപദേശത്തിൽ ഞാൻ നിലനിൽക്കേണ്ടതാണെന്നുമുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ ആ തിരിച്ചറിവിൽ നിന്ന് നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് നമുക്കത് അനുസരിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ യേശുക്രിസ്തു മുഖാന്തരം പിതാവിൻ്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിക്കാൻ യേശുവിൻ്റെ അടുക്കിൽ നമ്മൾ ചെല്ലുക. കർത്താവ്, എനിക്ക് കഴിയുന്നില്ല, ക്ഷമിക്കണം, എന്നെ ബലപ്പെടുത്തണം, എന്നെ ശക്തീകരിക്കണം എന്ന് നമ്മളേറ്റു പറയുമ്പോൾ നമ്മളവിടെ നിരപ്പ് പ്രാപിക്കുക ചെയ്യുന്നത്. അവിടെ ദൈവം നമ്മളെ നീതിയായി കണക്കിടുക. അങ്ങനെ അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിനകത്താണ്, ആ രാജ്യത്തിൻ്റെ ഡിസിപ്ലിനകത്തായി. പഴയ നിയമത്തിലാണ് ന്യായപ്രമാണം ദൈവം കൊടുത്തെങ്കിൽ, ന്യായപ്രമാണം അനുസരിച്ചെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നീതിയുള്ളവരാകുള്ളായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കൃപയ്ക്ക് കീഴിലാണ് നിൽക്കുന്നത്. യേശു ക്രിസ്തുവിലാണ് നമ്മൾ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി നിൽക്കുവാൻ നമുക്ക് യോഗ്യത ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം കൃപയാണെന്ന് കരുതി നമ്മളെങ്ങനെയും ജീവിക്കാം, എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, നിത്യത വരെ ദൈവത്തിൻ്റെ കൃപയാണ് എന്ന്
ചിന്തിച്ച് നമ്മൾ ഈ ലോകത്തിന് അനുരൂപമായി ഈ പഴയ പോലെയൊക്കെ തന്നെ നമ്മൾ പഴയ സാധാരണ ലോകം മനുഷ്യർ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥ നമ്മളിലുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കാനായിട്ട് നമ്മൾ കൃപ, എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, എനിക്ക് ഇത്രയേ പറ്റും. അപ്പം നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ദൈവരാജ്യത്തിലാണ്. ഞാൻ ഇന്നലെ പറയുകയുണ്ടായിരുന്നു, യേശു ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. ആ രാജ്യം ആത്മമണ്ഡലമാണ്. നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടപ്പോൾ നമ്മൾ ആത്മമണ്ഡലമാവുന്ന ആ രാജ്യത്തിൽ നമ്മൾ പ്രവേശിച്ചു. ഇനി നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടവരാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ വചനം അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് വചനം അനുസരിക്കണം? ക്രിസ്തുവിൻ്റെ ഉപദേശം. അതിലെ നമുക്ക് കറക്റ്റ് ചെയ്യപ്പെടാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടാം. നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ, നമുക്ക് സ്വയമേ അതിന് കഴിയാതെ വരുമ്പോൾ നമുക്ക് ഏറ്റു പറയാം, കർത്താവേ ക്ഷമിക്കണം, എനിക്ക് ഇത്ര പറ്റുള്ളൂ. അവിടെ നമ്മളെ ആ വചനം അനുസരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാപ്തി നൽകും. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും. അത് ഒറ്റയടിക്ക് നടക്കുന്ന കാര്യമല്ല. എത്രമാത്രം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളുടെ കുറവുകൾ ഏറ്റു പറയുന്നുവോ അത്രമാത്രം ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ മേൽ വ്യാപരിക്കും. അത്രമാത്രം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അത്രമാത്രം നമുക്ക് ആ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നമ്മളെ തന്നെ, നമ്മുടെ ജഡിക സ്വഭാവങ്ങളെ കറക്റ്റ് ചെയ്യുന്നവരായി നമ്മൾ മാറും. അപ്പോൾ നമ്മൾ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറഞ്ഞ വചനം അവിടെ നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകും. അപ്പം ദൈവം നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ ചില വ്യവസ്ഥകൾ നൽകിയിട്ടുണ്ടെന്നും ചില നിയമങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ചില ഉപദേശങ്ങൾ ക്രിസ്തു മുഖാന്തരം യേശു മുഖാന്തരം നമുക്ക് നൽകിയിട്ടുണ്ടെന്നും നമ്മൾ തിരിച്ചറിയണം. അത് ഞാൻ അനുസരിക്കേണ്ടവനാണെന്നുള്ള ആ സമർപ്പണ ബോധം നമുക്കുണ്ടായിരിക്കണം. അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമ്മൾക്ക് യേശുവിൻ്റെ അടുക്കൽ കൃപാസനത്തിൽ നമുക്ക് ഓടിച്ചെല്ലാം, കർത്താവ് ഇത്രയേ ഉള്ളൂ, എനിക്ക് കഴിയുന്നില്ല എന്ന് ഏറ്റുപറയുകയും അവിടെ നമുക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ അത് അനുസരിക്കുവാൻ ഉള്ള കൃപ, ശക്തി, ബലം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി നമ്മളെ ആ തെറ്റായ മാർഗങ്ങളെ ഉപേക്ഷിച്ച് നടക്കുവാൻ, നീതിയിൽ നടക്കുവാൻ, ദൈവ ഇതപ്രകാരം നടക്കുന്നവരായി പരിശുദ്ധാത്മാവ് നമ്മളെ മാറ്റും. പക്ഷെ നമുക്കത് മാനസാന്തരം ഉള്ളിൽ നിന്നുണ്ടാകണം. ആത്മീയ ദാരിദ്ര്യം നമുക്കുണ്ടാകണം. ഞാനിങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ല, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ടിട്ട് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു നിയമമുണ്ട്, ഒരു ഉപദേശം എൻ്റെ രക്ഷിതാവും കർത്താവുമായ യേശു എനിക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള തിരിച്ചറിവും അതിന് മുന്നിൽ ഒരു സമർപ്പണവും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ തിരിച്ചറിവും സമർപ്പണവും നമുക്കുണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതറിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ 4 സുവിശേഷങ്ങളിലും യേശു കർത്താവ് ഉപദേശിച്ചിരിക്കുന്ന ഉപദേശങ്ങൾ, യേശുവിൻ്റെ പ്രസംഗങ്ങൾ, യേശുവിൻ്റെ ജീവിത രീതികൾ, ഇതെല്ലാം നമ്മൾ വായിക്കുകയും തിരിച്ചറിയുകയും ചെയ്യണം. എന്നിട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകേണ്ടതാണെന്നുള്ള തിരിച്ചറിവും സമർപ്പണവും ഉണ്ടാകണം. അതിനുള്ളൊരു ഹൃദയപൂർവ്വമുള്ളൊരു ആഗ്രഹം നമ്മൾക്കുണ്ടാകണം. അതിനാണ് ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുന്നത്. അപ്പോൾ പാപവഴിയിൽ ഇനി ഞാൻ നടക്കേണ്ടതല്ല. എന്തെന്നാൽ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ഇന്ന് നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ പാപത്തിന് അവിടെ ഒരു സ്പേസും ഇല്ല. പാപം ചെയ്ത് ജീവിക്കുവാനുള്ളതല്ല സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ. പാപം കൃപയാൽ നമുക്ക് മോചിച്ചു കിട്ടി. അതുകൊണ്ട് ഇനി നമ്മൾ പാപത്തോട് നോ എന്ന് പറയുന്ന മനോഭാവം നമുക്കുണ്ടായിരിക്കണം. അതാണ് യേശു പറഞ്ഞത്, നിൻ്റെ കണ്ണ്, ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു, നിൻ്റെ കണ്ണ് പാപഹേതുവെങ്കിൽ ആ കണ്ണ് ചുഴുന്നു കളയുക. 2 കണ്ണുള്ളവനായി നിത്യനരകാഗ്നിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കണ്ണുള്ളവനായി നിത്യജീവനെ പ്രവേശിക്കുന്നവനായി.
എൻ്റെ കൈ പാപഹേതുവെങ്കിൽ അത് വെട്ടിക്കളയുക. 2 കൈയുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് 1 കൈയുള്ളവനായി നിത്യജീവനെ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ കൈയും കണ്ണും വെട്ടിക്കളയാനും ചുഴുന്നു കളയാനല്ല കർത്താവ് അവിടെ പറഞ്ഞത്. പാപത്തോട് നമുക്ക് അത്രമാത്രം നോ എന്ന് പറയുന്ന, പാപസ്വഭാവത്തോട് നോ എന്ന് പറയുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ പാപത്തോട് അത്രമാത്രം ശക്തമായ ഒരു എതിർപ്പ്, പാപത്തോട് അത്രമാത്രം അകന്നു നിൽക്കണമെന്നുള്ള ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതാണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചത്. അല്ലാതെ കൈവെട്ടിക്കളയുന്ന കാര്യമോ കണ്ണുകുത്തിക്കളയുന്ന കാര്യമോ ഒന്നല്ല കർത്താവ് പറഞ്ഞത്. ദൈവരാജ്യത്തിലായിരിക്കുന്ന നമ്മൾക്ക് ഇനി പാപവുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. കാരണം നമ്മൾ പാപത്തിലിരുന്നപ്പോൾ നമ്മളോട് ദൈവം സ്നേഹം കാണിച്ചു. ആ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി. ആ പുത്രൻ്റെ രക്തത്താൽ നമ്മളിന്ന് നീതീകരിക്കപ്പെട്ടവരാണ്. എങ്കിൽ വീണ്ടും നമ്മൾ ആ പാപത്തിലേക്ക് ഇനി പോകാമോ? ഒരിക്കലുമില്ല. എന്ന് വെച്ചാൽ പാപം എന്ന് വെച്ചെന്നാൽ അത് പിശാചിൻ്റെ സ്വഭാവമാണ്. പിശാചാണ് പാപം, ഒരു വ്യക്തിയാണ് പാപം. ആ വ്യക്തിയുമായി ഇനി നമുക്ക് യാതൊരു സമ്പർക്കവുമില്ല, ആ വ്യക്തിയുമായി യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ പാപസ്വഭാവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ കിട്ടിയ നീതിയിൽ ഉറച്ച് ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കുക, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് കർത്താവ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ഉപദേശം. അപ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഈ വചനത്തിൻ്റെ നിവൃത്തി എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എന്നീ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ ഒരനുഭവം ഉണ്ടാകട്ടെ. ഒരു വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഈ ഭൂമിയിൽ അങ്ങ് കൃപയാൽ ഞങ്ങളുടെ ആത്മമണ്ഡലത്തെ അങ്ങ് നീതീകരിച്ചു, വീണ്ടെടുത്തു. എന്നാൽ ഞങ്ങളുടെ പുറത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഞങ്ങൾ പല മേഖലകളിലും കുറവുള്ളവരാണ്, വീക്കാണ്. ആ മേഖലകളിലെല്ലാം അങ്ങയുടെ കൃപ വ്യാപരിക്കണം. യേശുവേ, അങ്ങയുടെ ഉപദേശത്തിൽ നിലനിന്ന് പാപത്തോട് എതിർത്ത് നിൽപ്പാൻ, പാപസ്വഭാവത്തെ വിട്ടുപേക്ഷിക്കുവാൻ, ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ പരിശുദ്ധ പിതാവേ ഞങ്ങളെ സമർപ്പിക്കുകയാണ് അങ്ങയുടെ സന്നിധിയിലേക്ക്. പുത്രൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. കൃപ ചൊരിയണം. സകല മഹത്വവും പിതാവേ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.